മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ് മടിയിൽ കനമില്ല എന്ന്. മടിയിൽ കനമില്ല പിന്നെ ബേജാറാവേണ്ട കാര്യമില്ലല്ലോ. ആര് വേണേൽ എന്താ വെച്ചാൽ അന്വേഷിക്കട്ടെ. ഉമ്മൻചാണ്ടിക്ക് ഇത്ര അന്വേഷണം വരുമ്പോൾ ഒരു ബേജാറും ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശരി, അത് നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ അത് നടക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വല്ലവരുമല്ല, ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് കസ്റ്റഡിയിൽ പോയത് CPM-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് ശ്രീ MA ബേബിയാണ്. അപ്പോൾ അവരൊക്കെ രംഗത്തിറങ്ങി പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംശയം കൂടുകയാണ്. ഇപ്പോൾ വീണ തൈക്കണ്ടി CPM-ന്റെ മെമ്പറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവർ നേതാവല്ല നമുക്കറിയാം. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. അവർക്ക് പാർട്ടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ബന്ധം അല്ല, ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും 10 കൊല്ലം ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളുടെ മകളാണെന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയെ പറ്റി ഇങ്ങനെ അന്വേഷണം വന്നപ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ് എന്ന് വെച്ച ഒരു പാർട്ടി എന്തിനാണ് വീണ തൈക്കണ്ടിയുടെ കാര്യം വരുമ്പോൾ അത് പാർട്ടി കാര്യമാക്കുന്നത് എന്ന് നമുക്കൊരു സംശയം വരും. പിന്നെ ഈ തരത്തിൽ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലല്ലല്ലോ ഇത് ചെയ്തെന്താണ് അനവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. ആ കാറ് കുത്തിപ്പൊളിക്കുന്ന രംഗം നമ്മൾ വീഡിയോയിൽ കണ്ടു. പിന്നെ ഞാൻ പത്രത്തിൽ വായിച്ചാണ് കൊല്ലട എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വന്നു എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ പ്രകോപിതരാവുകയും ഈ തരത്തിൽ ഹിംസാത്മകമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അത് അപ്പുറത്തെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബേജാറാവേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതിപ്പോൾ എന്തുണ്ട്, ഇതൊക്കെ സുതാര്യമാണ്. ഞങ്ങൾ ഇന്ന സേവനം കൊടുത്തു, അതിന് ഇന്ന പ്രതിഫലം കിട്ടി, ആ കിട്ടിയ പ്രതി നികുതി കൊടുത്തിട്ടുണ്ട്, അത് അക്കൗണ്ടിലുള്ള പണമാണെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. അതിന് പകരം അവർ അന്വേഷിക്കാൻ പാടില്ല, അങ്ങോട്ട് വരാനേ പാടില്ല. അത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായും കായികമായും നിയമപരമായി നേരിടുക എന്ന് പറയുന്നത് ജനാധിപത്യമല്ല.